ആരേ ഒരു ചായ കടിണ്ടാ വേണ്ടിയ ബാബു. എന്തൊക്കെയല്ലേ? വെള്ളപ്പുണ്ട്, പൊട്ടുണ്ട്, പൊറോട്ട ഉണ്ട്. എനിക്കെന്താ വേണ്ടി? ചെറിയ എന്തോ കടിയത്? കടലക്കറി ഉണ്ട്, ഭാജിയുണ്ട്. അതിന് എന്താ കറി ഉണ്ടോ വേണോ? ചെറിയ എന്തോ ഒരു കടിയത്, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ. ഇനി ഒന്നും തന്നാണ്ടാ, വലിയ വലിയ ബോട്ടാ ബാബു. ബാബു ചെറിയ അടി. ടോർച്ചിലേക്ക് ഒരു 3 ബാറ്ററി വേണ്ടിനി. 3 ബാറ്ററി അല്ലേ? 3 വലിയ ബാറ്ററി. ഹലോ, നിങ്ങൾ എവിടെത്തി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നല്ല വന്നോളേ. ഇവിടെ നമ്മളെ പിന്നെ പാർക്കിൻ്റെ അടുത്തുണ്ട്. ഞാൻ നേരം വൈകിയോ? ഞാനീ ലേശം നേരം കുടുങ്ങിപ്പോയി. കാരണം ആട്ടും കൊണ്ട് ചോദിക്കേണ്ടി വന്നു സ്ഥലം. അപ്പൊ നിങ്ങളൊന്ന് പാർക്കിലാറിനാ ഒരു പറഞ്ഞ ഇവിടെ എത്തിയാൽ പറ്റാത്തൊരു പാർക്ക് ഉണ്ട്. എന്നാ പോകല്ലേ? പോവാ. ഇവിടെ പാമ്പൊന്നും ഞാൻ ഇവിടെ പാമ്പൊന്നും ഉണ്ടായില്ല പറഞ്ഞിട്ടേ ഉള്ളല്ലോ. ഞാനാ ചോദിച്ചിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ പാമ്പുണ്ടെങ്കിൽ അറിയൂല. ശരിയാ, പാമ്പുള്ള സ്ഥലം അല്ലേ ഇത്? കുഴപ്പമൊന്നുമില്ലല്ലോ. പാമ്പാന്നാ തോന്നുന്നു. പാമ്പായിക്കില് വേറുണ്ടോ? ഉറക്കം തന്നെ അല്ലേ? ഇനി ഒന്നും ഉണ്ടാവില്ല. ഉണ്ടോ? പാമ്പ് വേറെ പ്രയാസം ഉണ്ടോ? കാടല്ലേ? കാടാണ്. ഞാൻ പോയി നോക്കണോ അവിടെ? വേറെന്താ പ്രയാസം ഉണ്ടോ? ഞാൻ മോനെ വിളിക്കട്ടെ. കേസോട്ടാ ഒന്നുകൂടി വരി. വടിയിട്ട് കുത്തിപ്പോയതാണോ? പാമ്പാണെന്ന്. പാമ്പ് തല കറങ്ങുന്നുണ്ട്. നമുക്ക് വൈദ്യുതിയെടുത്തോ? എന്നാ പിടിക്കുക. പൊന്നട്ടെ പോവാ. നോവുന്നൊരു വൈദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവരൊക്കെ മണ്ണിന്റെ അടി പോയിട്ടുണ്ട്. ഇന്നലത്തെ ചെരുവുകളൊക്കെ കൂട്ടിയോ നോൻ പറഞ്ഞത്?
അതൊക്കെ റെഡി ആക്കിയെന്ന് വൈദ്യരെ. ഇന്ന് 3-4 കൂട്ടർ വരാനുണ്ട്. അതെവിടുന്നാ, തെക്കുന്നോ വടക്കുന്നോ? ആരുല്ലടോ. എന്താ വീട്ടിലിരിക്കണേ, നോക്കുക. കാലിനാണ്. വിഷം തേണ്ടിയതാന്നാ തോന്നുന്നത്. ഓ, ഒന്ന് നോക്കട്ടെ. ഏയ്, ഒന്ന് മാറി നിൽക്കുക. ഒറ്റക്കൊമ്പുള്ള മൂർഖനാ തോന്നുന്നു. ഏയ് ഏപ്പിയെ അവിടെ കടത്തുക. ആ കെട്ടന്നെ അയച്ചോളൂ. കെട്ട് കഴിച്ചാല് തലച്ചോറില് വിഷം കയറൂലേ? ഉണ്ടാതെ അവിടെ കിടക്കുക. വീടിന് ലോണിന് പൈസ കൊടുക്കാണ്ട എന്താ ചെയ്യാ? മരുന്ന് വേണം എടുക്കുക. വൈദ്യരെ, എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട്, അതപ്പോ നടക്കുവോ? അതൊക്കെ എഴുതി തള്ളൂടോ. ബ്രഹ്മകൽപ്പം കുറച്ചെടുത്ത് 1 സ്പൂണ് നെയ്യും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. പിടിക്കാതെ നോക്കാനോ? അത് കഴിക്കുക. ടച്ചപ്പൊന്നുമില്ലേ? ഹൈ, അതിന് തനിക്ക് മദ്യമല്ല തന്നത്, മരുന്നാ. വരില്ലേ, അല്പം പാഷാണൂർ എടുത്ത് പറ്റി കൊടുക്കുക. ഹൈ, തന്റെ കാലിനല്ല, അവിടെ പറ്റി കൊടുക്കുക. കാലുവേലിൽ വെച്ച് കുത്തിയതാണ് വൈദ്യരെ. ഓ, പറ്റിക്കോളൂ. ഹൈ, വലത്തല്ലടോ, ഇടത്ത് വരട്ടു. 2 കാലും ഒരേപോലെ ഉണ്ട്. വരില്ലേ, നമ്മുടെ ആ മരുന്ന് കൊടുത്തോളൂ. കൊടുത്തോളൂ. വൈദ്യുതി ഇനി എന്തെങ്കിലും മരുന്ന് കൊടുക്കാനുണ്ടോ? ഐ, ഇനിയൊന്നുമില്ല, സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയിക്കോളാ. കേശവേട്ടാ, വൈദ്യർക്ക് ദക്ഷിണ എന്തെങ്കിലും കൊടുക്കണ്ടേ?
ഭവനത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. മെല്ലെ, മെല്ലെ. തോർത്തിന്റെ അടുത്ത്. നടന്നു. അല്ല വൈദ്യരെ, ആ. ഒറ്റക്കൊമ്പ് മൂർക്കം കടിച്ചെന്ന് പറഞ്ഞിട്ട് ആ. വിഷം ഇറങ്ങാനുള്ള മരുന്നല്ലല്ലോ നമ്മള് കൊടുത്തത്. ഒറ്റക്കൊമ്പുള്ള മൂർഖൻ അല്ലട കുത്തിയത്, ഒറ്റക്കൊമ്പായ കാരമുള്ളാണ് കുത്തിയത്. അങ്ങനെ കാലിലല്ല വിഷം കയറിയത്, അങ്ങനെ മനസ്സിലാ. ആ മനസ്സിന്റെ വിഷം മാറാനുള്ള മരുന്നാ ഇന്നും കൊടുത്തത്.